അറിയത്തില്ല എൻ്റെ മോൻ എവിടാന്ന്. എൻ്റെ മോനെ കണ്ടെത്തി തരണേ ദൈവമേ, ഞാൻ എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് അവനില്ലാതെ പറ്റത്തില്ലേ. സന്ധ്യയാകുമ്പോ അവിടെ അടുത്ത് വരും, എവിടെ പോയാലും. എൻ്റെ അമ്മ തന്നെ ഉള്ളതും പറഞ്ഞോണ്ടാ കുഞ്ഞു ഓടി വരുന്നത്. അമ്മയെ വിട്ട് എങ്ങും പോകത്തില്ല. ഊണില്ല, ഉറക്കമില്ല, ഞാൻ വിഷമിക്കുക. 7 ദിവസം കൊണ്ട് ഒരു അമ്മയുടെ കണ്ണ് നീരായത്. ഇന്ന് വരെ അമ്മയെ പിരിഞ്ഞ് ഒരു ദിവസം പോലും നിശാന്ത് ഇരുന്നിട്ടില്ല. ഇന്നേക്ക് 7 ദിവസമായിട്ട് നിശാന്ത് എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. ഈ ഒരു മോനെ നോക്കിയിരിക്കുവോ ഞാൻ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാൻ വയ്യ. ഒരു സങ്കടമുള്ള വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം പത്തനാപുരമാണ്. അമ്മയുടെ പേര് തങ്കമണി എന്നാണ്. അമ്മയുടെ മോൻ്റെ പേര് നിശാന്ത് എന്നാണ്. നിശാന്തിനെ കഴിഞ്ഞ 7 ദിവസമായിട്ട് കാണാനില്ല. വർക്ക്ഷോപ്പിൽ ജോലിക്കായിട്ട് പത്തനാപുരത്തേക്ക് പോയ നിശാന്ത് 22-ാം തീയതി പത്തനാപുരത്തെ വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോയ നിശാന്ത് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇന്നേക്ക് 7 ദിവസമായി. എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. ഒരു ദിവസം പോലും നിശാന്ത് അമ്മയെ വിട്ടു നിന്നിട്ടില്ല. എവിടെ ജോലിക്ക് പോയാലും അന്ന് വൈകിട്ട് അമ്മ എടുത്തു വരും. ഇന്ന് വരെ അമ്മയെ പിരിഞ്ഞ് ഒരു ദിവസം പോലും നിശാന്ത് ഇരുന്നിട്ടില്ല. ഇന്നേക്ക് 7 ദിവസമായിട്ട് നിശാന്ത് എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. 22-ാം തീയതി രാവിലെ 9:30 ആയപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോകുന്നു. പണ്ട് ഡ്രസ്സ് തൊട്ട് പണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇതുവരെ 7 ദിവസവും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പൊന്നുമോനല്ലാതെ വയ്യ എനിക്ക്. എൻ്റെ മോനെ കണ്ടിട്ടില്ല. ഈ നിമിഷം ഇന്നും പ്രതീക്ഷിച്ചിരിക്കുമോ. ആരോട്ടൊരു വഴക്കോ ഒരു വഴക്കിലൊന്നും പോകുന്നില്ല. എന്നും ജോലിക്ക് പോയാൽ അപ്പോഴേ വൈകിട്ട് പോയി ഏത് സമയത്തായാലും വരും. ഇല്ല എന്നെ വിളിച്ച് പറയും, അമ്മ ഞാൻ താമസിച്ചേ വരത്തുള്ളെന്ന് പറയും. അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടും ഇല്ല. എനിക്ക് വിളിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വിളിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മോനെ ഏത് നിമിഷം ഇവിടെ വരും, ആ ഉറപ്പില്ല. ഇന്ന് ഇതുവരെ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടെത്താനായി കിട്ടിയില്ല. എവിടെ പോയാലും വൈകിട്ട് വീട്ടിൽ വരും. എവിടെ പോയാലും വൈകിട്ട് വീട്ടിൽ വരും. മാറി നിൽക്കുന്നൊരു മോനല്ല. ഒരു ബന്ധുക്കളെ ഒന്നും വീട്ടിൽ പോവും, കാര്യങ്ങൾ കഴിയും വീട്ടിൽ വരുന്നത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ ഇട്ട് വെച്ച് എങ്ങും പോകത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട മകനാ, എൻ്റെ പൊന്നു മോന. അവനെ നോക്കി ഞാൻ ദൈവമേ എൻ്റെ കുഞ്ഞിനെ ഇവര് വിളിച്ചോടാണ്. അങ്ങനെ ഒന്നും ഒരു ചിന്തയുള്ള എൻ്റെ അമ്മയെ ഇട്ടിട്ട് ഞാൻ എങ്ങും പോകത്തില്ല. എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ എപ്പോഴും കാണും. ഞങ്ങളമ്മ മോനൊരു വഴക്കില്ല, പ്രശ്നങ്ങളില്ല. ഞാൻ അങ്ങനെയുള്ള മോനെ 7 ദിവസമായിട്ട് മറിഞ്ഞ് എവിടെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. വർക്ക്ഷോപ്പിലല്ലാതെ എവിടെയും പോകത്തില്ല. ആ വർക്ക്ഷോപ്പിലല്ലാതെ എവിടെയും 3 വർഷം കൊണ്ട് ആ വർക്ക്ഷോപ്പിൽ അവിടെ അല്ലാതെ എങ്ങും പോകത്തില്ല. അവരറിയാതൊന്നും നടന്നിട്ടുമില്ല. പുള്ളി ഇവിടെ തിരക്കി വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ മോനെ കാണാനില്ലെന്ന്. 22-ാം തീയതി ചൊവ്വാഴ്ച ജോലിക്കാന്ന് പറഞ്ഞ് വർക്കിംഗ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങി വന്ന് വണ്ടി പോലും എടുക്കാതെ പോയത്. എവിടെ വണ്ടി കണ്ടിരിക്കുന്നത്. വണ്ടി പോലും സാധാരണ വണ്ടിയിലാണ് പോകുന്നത്. അന്നത്തെ ദിവസം ഇനി അയാൾ വണ്ടി കൊണ്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. വണ്ടി എടുത്തിട്ടില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മോൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. തിന്നോ കുടിച്ചോ എന്ന് എനിക്കറിയാൻ വയ്യ. ഒരു ശല്യം ഇല്ലാത്ത പരിസരത്ത് പോലും ഒരു ശല്യത്തിന് പോകുന്നവനല്ല. അല്ല ടൗണിലോട്ട് ഞാൻ അന്ന് തന്നെ ഞാൻ എവിടെല്ലാം അലഞ്ഞ് ബന്ധുക്കളൊക്കെ ഇതിൽ ഫോണിൽ കൂടെ കണ്ടപ്പോഴായിരുന്നു എല്ലാവരും വന്ന്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എല്ലാം എൻ്റെ മോനെ തേടി നടന്ന് അങ്ങ് വർക്ക്ഷോപ്പിൽ ചെന്ന് ചോദിക്കുന്നു. വർക്ക്ഷോപ്പ് മുതലാളി അറിയാതെ എൻ്റെ കുഞ്ഞെങ്ങും പോയിട്ടില്ല. തറപ്പിച്ച് ഞാൻ പറയുക, എനിക്ക് അത്ര വിഷമമുണ്ട്. എന്നോട് ഇവിടെ വന്ന് പറഞ്ഞ് അവളെ ചെന്നില്ലെന്ന്. 9:30 ആയപ്പോൾ എൻ്റെ കുഞ്ഞ് ഇറങ്ങി പോകുന്നവർ അല്ലാതെ കളറിന് മുണ്ടോ ഷർട്ടോ ഇടുവെന്ന് ഞാൻ ചോദിക്കും. അവിടെ പോകാൻ മോനെ എന്ന് പറയും. ഇത് പാൻറ്റും ഷർട്ടും ഇട്ട് പോകുന്ന ചെറുക്കൻ എൻ്റെ അടുത്ത് പോകും. ജോലി ഡ്രസ്സാ. ഒരു മൊബൈൽ ഫോൺ ഇങ്ങനെ പോക്കറ്റ് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു വക അവൻ എടുത്തിട്ട് പോയില്ല. അവിടെ തന്നെ ഉണ്ട് എൻ്റെ ചെറുക്കൻ. 23-ാം തീയതി പിറ്റേന്ന് ഞാനിങ്ങനെ അവിടെ എണീറ്റ് ഇവിടെ 22-ാം തീയതി ജോലിക്കായിട്ട് ഇവിടുന്ന് പോകുന്നു. 23-ാം തീയതി രാവിലെയാണ് ഇവിടെ വന്ന് പറയുന്നത്. ഇവിടെ വന്നതിനോട് പറയുന്നത് നിശാന്തിനെ ഒന്ന് വിളിക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നിശാന്ത് ഇവിടെ ഇല്ലല്ലോ. നിശാന്ത് ഇന്നലെ ജോലിക്ക് വന്നതില്ല. എൻ്റെ കുഞ്ഞിവിടെ വന്നിട്ടില്ല. അതിനെ പറഞ്ഞാൽ അയ്യോ അവിടെ വന്നില്ലല്ലോ. ഞാൻ 9:30, അതായത് ചൊവ്വാഴ്ച 9:30 വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ അവൻ അണ്ണ ഞാൻ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അത് അത്രയും പറഞ്ഞത് ശരിയായ സത്യമാണ്. അപ്പോഴേ പോവുകയും ചെയ്തു. പിന്നെ എൻ്റെ മോനെ ഞാൻ ഈ നിമിഷം വരെയും കണ്ടില്ല. ഈ ഒരു മോനെ നോക്കിയിരിക്കുമോ ഞാൻ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ ഒരു പ്രശ്നക്കാരനാണെങ്കിൽ വേണ്ടിയല്ല, ഒരു പ്രശ്നക്കാരനോ ഒരു വഴക്കിനോ ഒരു അടിക്കോ അവിടെ വർക്ക്ഷോപ്പ് വീട് എന്തെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ പോലും പോകുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പോകും. ഇനി വരും. ഞാൻ നിന്നാലും അയാൾ ഇനി വരും. അങ്ങനെയുള്ളൂ. അങ്ങനെയുള്ള എൻ്റെ മോനെ എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എവിടെ പോയെന്ന് എനിക്ക് എന്തോ ഇല്ല. അത് ഞാൻ ചിന്തിച്ച് ഉറക്കമില്ല, ഊണില്ല, ഉറക്കമില്ല. ഞാൻ വിഷമിക്കുക.
ഇന്ന് 7 ദിവസം കൊണ്ട് ഒരു അമ്മയുടെ കണ്ണ് നീരായത്. എല്ലാരും വന്ന് അമ്മ അങ്ങനെ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കേണ്ട അങ്ങനെ ആവശ്യം ഒരാവശ്യമില്ല. ഈ കഷ്ടപ്പെട്ടത് ഈ കിടക്കുന്നതല്ല അവനുള്ള. അവൻ അങ്ങനെ ഒരു ഒളിച്ചിരിപ്പ് ഒരു മറ ഒന്നുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. എന്തുണ്ടല്ലോ എന്നോടൊന്ന് പറയും. അങ്ങനെ അവൻ ഇതുവരെ ഈ 22 ചൊവ്വാഴ്ച വരെ അങ്ങനെ ആയിരുന്നു. എനിക്കറിയത്തില്ല എവിടെ എൻ്റെ കുഞ്ഞ് പോയെന്ന്. എനിക്കറിയത്തില്ല. എനിക്ക് എവിടാന്ന് എനിക്ക് ദൈവമേ എനിക്കറിയത്തില്ല എൻ്റെ മോൻ എവിടാന്ന്. എൻ്റെ മോനെ കണ്ടെത്തി തരണേ ദൈവമേ എന്ന് ഞാൻ എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് അവനില്ലാതെ പറ്റത്തില്ലേ.